നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയുള്ള റെസിപ്പി ആയിട്ടാണ്, അതായത് ചിക്കൻ ഫ്രൈ. അപ്പോൾ നമ്മൾ വീനാസ് കറികളിൽ ഒരുപാട് തരത്തിലുള്ള ചിക്കൻ ഫ്രൈ ഇതിനു മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലാണ്. എല്ലാ ചിക്കൻ ഫ്രൈയും കൂടി ഒരു കൊളാബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും തയ്യാറാക്കി നോക്കണം. ഈസിയാണ്, അതേസമയം ടേസ്റ്റിയാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട എന്ന് വേണ്ട എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ള റെസിപ്പി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് വിഷു അല്ലേ വരുന്നത്, ചേച്ചി എന്താ നോൺ വെജ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നതെന്നല്ലേ? അപ്പോൾ ഒരുപാട് പേർക്ക് നോമ്പൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയമല്ലേ, അപ്പോൾ അവരെയും കൂടെ നമ്മളൊന്ന് പരിഗണിക്കണമല്ലോ. അപ്പോൾ വിഷുവിൻ്റെ എന്തായാലും കൊണ്ടുവരാം. എനിക്കറിയാം ഈ ദിവസം ഇല്ല എന്നുള്ള കാര്യം. മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ഡിഷസും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സദ്യ റെസിപ്പീസ്. അപ്പൊ ഇനി എന്താ കൊണ്ടുവരേണ്ടതെന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് റെസിപ്പി ചേച്ചി ഇത് ഇടൂ അല്ലെങ്കിൽ റെസിപ്പി ഉണ്ടെങ്കിൽ അയച്ചുതരാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു വലിയ നന്ദിയാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മളുടെ ജ്വല്ലറി ബ്രാൻഡ് ആയിട്ടുള്ള മനീക്കനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് നമുക്ക് മെസ്സേജസ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, ബ്ലെസ്സിങ്സ് തന്നിട്ടുണ്ടായിരുന്നു, സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതിനും നന്ദി. പിന്നെ കുറച്ച് പേര് ആ വീഡിയോ കണ്ടതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കാണുക, നമ്മുടെ ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ നെക്ലസും നമ്മുടെ മനീക്കയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ളതല്ല, ഇതിനേക്കാളും സൂപ്പർ ആയിട്ടുള്ള പീസസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഡീറ്റെയിൽസ് ഞാൻ തന്നിട്ടുണ്ട്, അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സമയം കളയുന്നില്ല, ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വീനാസ് കറികൾ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പലതരത്തിലുള്ള ചിക്കൻ ഫ്രൈ ഇതിനു മുമ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊരു വേറെ വെർഷൻ, നമ്മൾ ചെയ്തതൊക്കെ കൂടിങ്ങാണ്ടൊരു മിക്സ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുക്കുക, അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്ന മുളക് പൊടി ഈവൻ കാശ്മീരി മുളക് പൊടി ആണെങ്കിലും നല്ല മുളക് പൊടി ആണെങ്കിലും ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നോർമലി ചെയ്യാറുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 പച്ചമുളകാണ്. ഈ ഭാഗം ഞാൻ റീഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ റീഷൂട്ട് ചെയ്തതാണ്. അതാണ് നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത ക്ലിപ്പായിട്ട് ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 6 അല്ലി വെളുത്തുള്ളിയാണ്. ഇത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. 1 കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ഉണ്ടെങ്കിൽ അതിലോട്ട് മീഡിയം കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇഞ്ചി ഒരുപാട് ആവാൻ പാടില്ല. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കാം, അതായത് കുരുമുളക് ഹോളായിട്ടില്ലെങ്കിൽ പൊടി ഇട്ട് കൊടുത്താലും മതിയാവും. 2-3 കറിവേപ്പില, 2 ടീസ്പൂൺ ചിരകിയ തേങ്ങ, ആവശ്യത്തിന് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഇടാം കേട്ടോ. തൽക്കാലം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം, ആവശ്യം വരും എന്തായാലും. വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 6 ചെറുള്ളി ചെറുതാക്കി അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് വൈറൽ ഫിഷ് ഫ്രൈൻ്റെ വേറൊരു വേർഷനാണ്, ഞാൻ ചിക്കൻ വെച്ച് ചെയ്ത് നോക്കിയതാണ്. അതിലോട്ട് ഞാൻ നമ്മുടെ പുളിവെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിച്ച് നോക്കാണ്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഒന്നില്ലെങ്കിൽ ചെറുനാരങ്ങ നീര്, അതല്ലെങ്കിൽ വിനാഗിരി, ഏതായാലും കുഴപ്പമില്ല. ഇനി കുറച്ച് കറിവേപ്പില മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അവസാനം ചിക്കൻ ചേർത്ത് കൊടുക്കുക. കാരണം ചിക്കൻ കഴിക്കാത്തവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. തേങ്ങയും കൂടെ കരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക വാസനയാണ്. ഇപ്പം തന്നെ ചോറും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ തോന്നും, ഇത് മിക്സ് ചെയ്യുന്ന ആ ഒരു വാസന കേൾക്കുമ്പോൾ തന്നെ, കേൾക്കല്ല അറിയുമ്പോൾ തന്നെ. അപ്പോൾ ഞാനൊന്ന് രുചിച്ച് നോക്കട്ടെ. ഉപ്പ് പോരാ, ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ പുളിവെള്ളം ആവാം. അപ്പം അത് മിക്സ് ചെയ്ത് നിങ്ങൾ രുചിച്ച് നോക്കണം കേട്ടോ, അപ്പോഴറിയാൻ പറ്റുള്ളൂ. കയ്യിൽ കിട്ടുന്ന പുളി അനുസരിച്ചൊക്കെ മാറ്റം വരും. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ, ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, എല്ലുള്ള ചിക്കനും ഉപയോഗിക്കാം. എല്ലുള്ള ചിക്കനാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ മറന്നുപോയി, 1 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് മതി. ടൊമാറ്റോ കെച്ചപ്പ് ഇപ്പം നിങ്ങൾക്ക് താല്പര്യമില്ലാന്നെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇട്ട് മിനിമം ഒരു 20 മിനിറ്റ് എങ്കിലും വെക്കണം.
മീഡിയം പീസസ് ആയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് കേട്ടോ. ഒരുപാട് വലിയ പീസസ് ആണെങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അതിനുള്ളിലോട്ടൊന്നും മസാല പിടിക്കില്ല. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലിപ്പോൾ ഗരം മസാല ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഒരു നാടൻ ടേസ്റ്റ് വരട്ടെന്ന് വെച്ചിട്ടാണ്. അതിലാകപ്പാട് അപവാദം എന്ന് പറയുന്നത് ചിക്കൻ അല്ല, നമ്മുടെ തക്കാളി സോസാണ്. അത് ഞാൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ അല്ലേ? ഓക്കെ, നന്നായിട്ട് എല്ലായിടത്തേക്കും ആയിട്ടുണ്ട്. 20 മിനിറ്റോളം അടച്ചു വെക്കുക. അതിന് ശേഷം കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കാണാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം വന്നോളും. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും ഫ്രൈ ചെയ്യാൻ പോണതാണ്. വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുത്തോളൂ. ഇതിന് മുമ്പ് പണ്ട് നമ്മൾ തട്ടുകട ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞിട്ട് റെസിപ്പി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അളിയനായിട്ട് വരും ഇത്. ചില ബന്ധങ്ങളുണ്ടല്ലോ, മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് അവർ വിചാരിക്കില്ല എന്നെ മറന്നുപോയി ചേച്ചി. തട്ടുകട ചിക്കൻ ഫ്രൈ ഒരുപാട് പേരുണ്ടാക്കിയിട്ട് ഹിറ്റായിട്ടുള്ള റെസിപ്പിയാണ്. അമ്മു സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നതാണ് അല്ലേ അമ്മു? അപ്പം ഞാൻ നമ്മുടെ ചിക്കൻ അടച്ചു വെച്ചിട്ട് 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ഇത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്താലും മതി കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. വെളിച്ചെണ്ണയിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു നാടൻ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു മാത്രം. ഫുള്ളായിട്ട് അങ്ങ് മുങ്ങിക്കിടക്കുന്ന പോലെ ഉള്ള എണ്ണ വേണ്ട. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. നമുക്ക് അതിന് വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇത് 3/4 ഭാഗം ഓൾറെഡി കുക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് നേരം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി വരില്ല. സാധാരണ നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന വെറും കുക്ക് ചെയ്യാത്ത ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ സമയം എടുക്കും. 3/4 ഭാഗത്ത് കുക്കായിട്ടുള്ള കാരണം ഒരുപാട് സമയം എടുക്കില്ല. അപ്പോൾ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം. നമുക്കൊരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് അങ്ങ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാം, ആകെ ഇങ്ങനെ ഭയങ്കര കട്ടിയായി മാറും. പിന്നെ കടിച്ചാൽ പൊട്ടാത്ത പോലത്തെ സാധനമായി മാറും. ഇത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്, നന്നായി കുക്കായിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇത് ചെറിയ ബൈറ്റ് സൈസ് പീസസ് ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഉള്ളിലോട്ടൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഒരുപാട് വലിയ പീസസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഉള്ളിലോട്ടൊന്നും പിടിക്കില്ല. ഞാൻ ആ എണ്ണ ഒന്ന് അരിച്ചെടുത്തിട്ട് ആ മസാല ഈ ചിക്കൻ്റെ മേലെ കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റാണ് അത്. എണ്ണ ഫുൾ കളഞ്ഞതിന് ശേഷം മസാല ഇട്ട് കൊടുത്താൽ മതി. അധികം കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഇതിലോട്ട് വീണ്ടും അരിച്ചു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന അറിയാം, കരിഞ്ഞ മസാലയിൽ വീണ്ടും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ആകെ കരിഞ്ഞു പോവും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ അങ്ങനെ പണി കിട്ടി. കുറച്ചും കൂടെ എക്സ്ട്രാ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതിലോട്ട് കുറച്ച് മാത്രം ഞാൻ മുളക് കീറി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മസാല ബാക്കിയില്ല, അതിലോട്ട് കുറച്ച് മാത്രം തേങ്ങ ഒന്ന് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ ഒന്ന് തേങ്ങയിലാക്കിയതിന് ശേഷം ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. തീ കുറച്ചതിന് ശേഷം കംപ്ലീറ്റ് എണ്ണ കളഞ്ഞതിന് ശേഷം മാത്രം ചിക്കനിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു അരിപ്പയിലോട്ട് ആക്കിയിട്ടാ കംപ്ലീറ്റ് എണ്ണ കളഞ്ഞു. ഇപ്പം ഇതിങ്ങനെ തേങ്ങ മാത്രമായിട്ടുണ്ട്. അതിന് മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അവസാനം സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇത് മാറ്റി വെച്ചിട്ട് ഇപ്പം ഇത് തേങ്ങ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കൊടുക്കണ്ട. അപ്പം ഇത്രയുള്ള പരിപാടി. ഇതാ എക്സ്ട്രാ ഉള്ള തേങ്ങ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തേങ്ങ ഡയറക്റ്റ് ആയിട്ട് ചിക്കൻ്റെ മുകളിൽ ഇടാതെ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്താലും മതിയാവും. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സൂപ്പറാണ്. ഇതിൻ്റെ ആ ഒരു മസാലയുടെ പൊടിയും എല്ലാം കൂടി ഇങ്ങാണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറായിട്ടുണ്ട്. വേറെ ഒന്നും വേണ്ട, ആ പൊടിയും ചോറും കൂടി ഇങ്ങനെ കുഴച്ച് മറിച്ച് കഴിക്കാം. ഈ പച്ചമുളക് ഇഷ്ടമുള്ളൊരു പച്ചമുളക് ഇടയ്ക്കൊന്ന് കഴിക്കാം. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് ചിക്കൻ.
അതേസമയം നമ്മൾ ഓവറായി അങ്ങ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഹാർഡായിട്ട് മാറും. അപ്പോൾ കടിക്കാൻ പോലും പറ്റില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. വീണാസ് കറി വേൾഡ് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാൻ ഇവിടെ കുറച്ച് ചോറെടുത്തു, കുറച്ച് ചിക്കൻ ഫ്രൈ എടുത്തു, അതിന് മുകളിൽ കൂടെ കുറച്ച് തേങ്ങ ഫ്രൈ ചെയ്തിട്ട് കൊടുത്തു. നന്ദൂനൊന്ന് കൊടുക്കട്ടെ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കണേ നമ്മുടെ വീണാസ് കറി വേൾഡ് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്